എല്ലാ പ്രേക്ഷകർക്കും ഫോറം അറ്റ് നൗ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ രതീഷ് വേണുഗോപാൽ. ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ചലന വികാസങ്ങളെ ഏതാണ്ട് 2 പതിറ്റാണ്ടായി വീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഞാനൊരു പൊളിറ്റിക്കൽ എക്സ്പേർട്ട് ഒന്നുമല്ല. എങ്കിൽ കൂടിയും കേരള സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ കേരളത്തിൽ ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എന്നെയും വേദനിപ്പിക്കുന്നു. 3 പ്രധാന മുന്നണികൾ LDF, UDF, NDA 2024 ജനറൽ ഇലക്ഷനിൽ അവരെ വിജയിക്കുവാനും ഗവൺമെൻറ് ഉണ്ടാക്കുവാനും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിലെ ചില നേതാക്കന്മാർ, അതും യുവാക്കളുടെ പ്രതിനിധികൾ എന്ന് പറയുന്ന വ്യക്തികൾ, അവർ പരസ്പരം ചെളിവാരി എറിയുകയും തങ്ങളുടെ പാർട്ടിയിൽ നിന്നൊരു വ്യക്തി മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അവരെ പിതൃശൂന്യർ എന്നും തന്തയില്ലാത്തവർ എന്നും ഒക്കെ വിളിക്കുന്ന വാചകങ്ങൾ കേരള സൊസൈറ്റിക്ക് ഒരിക്കലും സ്വീകരിക്കാൻ ആവുന്നതല്ല. ലോകത്തിന് മുന്നിൽ ഇന്ത്യയിലെ ആദ്യത്തേതും ഇപ്പോൾ നിലവിൽ ഉള്ളതുമായ 100% സാക്ഷരതർ എന്ന് പറയുന്ന ഒരു പ്രബുദ്ധ ജനതയാണ് നമ്മൾ. ആ ജനതയിലെ ആധുനിക കാലത്തെ ലീഡർമാരിൽ നിന്നും ഉണ്ടാകുന്ന ഈ വാക്കുകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. കാരണം ലോകത്തിന് മാതൃകയാകേണ്ട ജനാധിപത്യ പ്രക്രിയയിൽ നമ്മുടേതായ ഒരു സംഭാവന നൽകേണ്ടവരാണ് കേരളത്തിലെ ജനത. ഈ കേരളത്തിലെ ജനതയിൽ ജനതയ്ക്കുള്ളിൽ ഇതുപോലെയുള്ള വാചകങ്ങളും ഇതുപോലുള്ള സംഘടനാ തലത്തിലുള്ള പൊതുസമൂഹത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്തതുമായ വാചകങ്ങൾ ഉപയോഗിക്കുന്ന ഇന്നത്തെ നേതാക്കന്മാരോട് നമുക്ക് സഹതാപം മാത്രമാണുള്ളത്. നമുക്ക് കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിലൂടെ ഒന്ന് കടന്നു പോകാം. കേരളത്തിൽ പ്രധാനമായി 2 രാഷ്ട്രീയ പാർട്ടികളാണ് ഉണ്ടായിരുന്നത്. അത് CPIM-ഉം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ്. എന്നാൽ CPIM-ൽ നിന്ന് ഡിവൈഡ് ചെയ്ത് CPI എന്നൊരു പാർട്ടി ഉണ്ടായി. സ്വാതന്ത്ര്യ സമരകാലത്തിന് ശേഷം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ചുവട് വെക്കുമ്പോൾ കോൺഗ്രസിനൊപ്പം മുസ്ലിം ലീഗ് എന്ന ഒരു പാർട്ടി ഉണ്ടായി. മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാ കാലത്തും ഒന്നിച്ചാണ്. CPM-ഉം CPI-യും എല്ലാ കാലത്തും ഒന്നിച്ചാണ്. ജനസംഘം എന്നൊരു പാർട്ടി ഭാരതത്തിൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പും ഉണ്ടാകുകയും ഭാരതീയ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വളരുകയും ചെയ്തു. ആ ജനസംഘത്തിൻ്റെ ആധുനിക രൂപമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇന്ന് കേരളത്തിലുള്ള പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികളുടെ എണ്ണമെടുത്താൽ അതിൽ നമ്മൾ ആദ്യം പറയുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന കോൺഗ്രസ്, രണ്ടാമത് CPIM, പിന്നെ CPI, മുസ്ലിം ലീഗ്, ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടികളാണ്. അതോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് പല കാലങ്ങളിലായി വിട്ടുപോയി കേരള കോൺഗ്രസ് എന്നൊരു പാർട്ടി രൂപീകൃതമാകുകയും കേരള കോൺഗ്രസ് പല പ്രാവശ്യം വിഭജിച്ച് പല നേതാക്കളിലൂടെ ബഹുമാന്യായ KN മാണി, ബഹുമാന്യായ PJ ജോസഫ്, PC ജോർജ്, PC തോമസ്, സ്കറിയ തോമസ്, അങ്ങനെ പല വ്യക്തികളിലൂടെ അത് പല ശാഖകളായി ഉപശാഖകളായി കേരള കോൺഗ്രസ് A, B, C, D എന്നാൽ പല പതിപ്പുകളിലും ഇറങ്ങുകയും അത് LDF-നൊപ്പം ഒരു ഫാക്ഷൻ അല്ലെങ്കിൽ UDF-നൊപ്പം മറ്റൊരു ഫാക്ഷൻ എന്ന രീതിയിൽ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം കടന്നു പോകുന്നു. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം നമ്മൾ എടുക്കുമ്പോൾ അതിലെ ഏറ്റവും പ്രൊമിനൻ്റായ ലീഡറാണ് കരുണാകരൻ, കണ്ണോത്ത് കരുണാകരൻ. 1918 ജനിച്ച കരുണാകരൻ കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പടയോട്ടം തുടങ്ങുന്നത് ഒരു ചിത്രകാരനായ വിദ്യാർത്ഥിയായിട്ടാണ്. കണ്ണൂരിൽ നിന്നും ചിത്രകലയിൽ താല്പര്യമുള്ള ആ വിദ്യാർത്ഥി തൃശ്ശൂരിൽ ഫൈൻ ആർട്സ് കോളേജിൽ ആർട്സ് പഠിക്കുവാൻ എത്തുകയും പിന്നീട് അവിടെ നിന്ന് രാഷ്ട്രീയത്തിൽ താല്പര്യനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാളയത്തിൽ എത്തുകയും കേരളത്തിൽ UDF, യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന ഒരു രാഷ്ട്രീയ സഖ്യത്തിന് രൂപം കൊടുക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ 5ാമത്തെ മുഖ്യമന്ത്രിയായി അദ്ദേഹം അവരോധിതനായി. അതിനുശേഷം പലവട്ടം അദ്ദേഹം മുഖ്യമന്ത്രി ആകുകയും കേരളത്തിൻ്റെ ആധുനികമായ വളർച്ചയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാത തെളിക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ അത് പാലങ്ങളായാലും എയർപോർട്ടുകളായാലും സീപോർട്ടുകളായാലും റോഡുകളായാലും ജനങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന പല ക്ഷേമ പദ്ധതികളായാലും കരുണാകരൻ എന്നും ഉയർന്നു നിന്നു. കേരളത്തിൽ ഉടലെടുത്ത നക്സൽ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്ക് പിടിച്ച കരുണാകരനാണ്.
അദ്ദേഹം പാർട്ടിക്കുള്ളിൽ വളരുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിയും വളർന്നുകൊണ്ടേയിരുന്നു. നെഹ്റു കുടുംബത്തിൻ്റെ വിശ്വസ്തനായിരുന്നു കെ കരുണാകരൻ. ജവഹർലാൽ നെഹ്റുവിലൂടെ തുടങ്ങി ഇന്ദിരാഗാന്ധിയിലൂടെ കടന്നുപോയി രാജീവ് ഗാന്ധിയിലൂടെ പ്രധാനമന്ത്രി വരത്തിൽ എത്തി നിന്ന ആ നെഹ്റു കുടുംബത്തിലെ എല്ലാമായിരുന്നു കെ കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഒരു പാഠപുസ്തകമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഉള്ളവർക്കും കേരളത്തിൻ്റെ ചരിത്രത്തിലും. അദ്ദേഹം പാർട്ടിയിൽ അവരോധനായി അദ്ദേഹത്തിൻ്റെ ജയത്രാത്ത് തുടരുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ശത്രുക്കളെ ലഭിച്ചത് എതിർപ്പാളയത്തിൽ നിന്നല്ല, സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. AK ആന്റണിയെപ്പോലെയും ഉമ്മൻചാണ്ടിയെപ്പോലെയും രമേശ് ചെന്നിത്തലയെപ്പോലെയും ഉള്ള നേതാക്കൾ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളോ അല്ലെങ്കിൽ ശത്രുപാളയത്തിലോ മറ്റ് ഫാക്ഷൻ ഗ്രൂപ്പുകളായി നിലനിന്നു. പല ഗ്രൂപ്പുകളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് A ഗ്രൂപ്പ്, I ഗ്രൂപ്പ് എന്ന് ഡിവൈഡ് ചെയ്യപ്പെട്ടു. I ഗ്രൂപ്പിൻ്റെ പ്രൊമിനൻ്റ് ലീഡറായിരുന്നു കെ കരുണാകരൻ. കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പുകൾക്കിടയിൽ അജയനായി കെ കരുണാകരൻ തുടരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഷ്ടകാലം തുടങ്ങിയതും കുടുംബ രാഷ്ട്രീയത്തിലൂടെയായിരുന്നു. 90കളുടെ അവസാനത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രമുഖനായ പ്രശസ്തനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ ഒരു ഐഡൻറ്റിക്കൽ ക്രൈസിസ് അഭിമുഖീകരിച്ചിരുന്നു. ആര് അടുത്ത നേതൃപാടവത്തിലേക്ക് കടന്നു വരും എന്ന നിലയിൽ പാർട്ടി പ്രശ്നം അഭിമുഖീകരിച്ചപ്പോൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് സൗത്ത് ഇന്ത്യക്കാരനായ ശ്രീ നരസിംഹറാവുവിനെ നോമിനേറ്റ് ചെയ്ത് കെ കരുണാകരനാണെന്ന് ചരിത്രം പറയുന്നു. കെ കരുണാകരനെ കേരളത്തിലെ ഭീഷ്മാചാര്യൻ എന്നും ദ ലീഡർ എന്നും പീപ്പിൾ വിളിക്കുന്നു. എന്നാൽ ദ ലീഡർ പതനം തുടങ്ങുന്നത് രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും കടന്നു വന്നതുകൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ കെ മുരളീധരൻ 90കളുടെ അവസാനം പാർട്ടിയിലേക്ക് കടന്നു വരുന്നു. പാർട്ടിയിലെ അജയനായ ഒരു യൂത്ത് ലീഡറായി അദ്ദേഹം കടന്നു വരികയും അദ്ദേഹത്തിൻ്റേതായ ഒരു രാഷ്ട്രീയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും എല്ലാ സ്ഥാനമാനങ്ങളും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്കും വേണ്ടി വീതം വെക്കുന്ന ഒരു രീതിയിലേക്ക് കടന്നു വന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അസ്വസ്ഥതകൾ കടന്നു തുടങ്ങി. 2000 കെ കരുണാകരൻ്റെ മകളായ പത്മജ വേണുഗോപാൽ കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്ക് കടന്നു വന്നപ്പോൾ കരുണാകരൻ ഒറ്റപ്പെട്ടു. കരുണാകരനും അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ മകളും എന്നുള്ളത് മാത്രമായി കോൺഗ്രസ്സിലെ ഒരു ഗ്രൂപ്പ്. കുറേ പേരുകൾ ജയ് വിളിക്കാൻ കരുണാകരനൊപ്പം ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും കുടുംബരാഷ്ട്രീയത്തിലേക്ക് കരുണാകരൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ അജയരായി. അവർ പലവട്ടം ഹൈക്കമാൻഡിനോട് പരാതി പറഞ്ഞു. കരുണാകരൻ്റെ മേധാവിത്വം പാർട്ടിയിൽ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ പറയുന്നതനുസരിച്ച് MP-മാരെയും MLA-മാരെയും തീരുമാനിക്കാൻ സാധ്യമാകുമില്ല എന്ന പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ കെ കരുണാകരനും മകനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചു. എങ്കിൽ കൂടി ഒരു അവസാന വട്ടം എന്ന നിലയിൽ ഒന്നിച്ച് പാർട്ടി ഒരു തിരഞ്ഞെടുപ്പിനെ നേരിട്ട് 2004 2004 കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ മുകുന്ദപുരം എന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇലക്ഷനിൽ മത്സരിച്ചെങ്കിലും 1,50,000-ൽ പരം വോട്ടുകൾക്ക് CPM-ൻ്റെ ലോലപ്പൻ നമ്പാടിനോട് പരാജയപ്പെടാനായിരുന്നു വിധി. ആ പരാജയത്തോടെ കെ കരുണാകരനും കുടുംബവും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അകന്നു തുടങ്ങിയിരുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ കരുണാകരനും മകനും DAC എന്ന പാർട്ടി രൂപീകരിച്ചു. എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ തന്നെ നില ഉറപ്പിച്ചു. അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തുന്ന രാഷ്ട്രീയത്തിനൊപ്പം തന്നെയാണ് നിന്നത്. സ്വന്തം അച്ഛൻ്റെയും സഹോദരനുടെയും പോകാൻ അവർ റെഡിയായില്ല. എന്നാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ DAC രൂപീകരിച്ച കെ കരുണാകരൻ്റെ പതനം അവിടെ തുടങ്ങിയിരുന്നു. ചില വിജയങ്ങൾ താൽക്കാലികമായി അദ്ദേഹത്തിന് ലഭിച്ചു. കോൺഗ്രസ് പാർട്ടിയിൽ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. CPM-ൻ്റെ പല സ്ഥാനാർത്ഥികളും ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുവാൻ കരുണാകരൻ്റെ തീരുമാനങ്ങൾ സഹായിക്കുകയും ചെയ്തു. എങ്കിൽ കൂടിയും എതിർപാളയത്തിൽ LDF-ൽ ചേർന്ന് തൻ്റെ ഒരു രാഷ്ട്രീയ മേധാവിത്വം തുടരുവാൻ എന്ന് കരുണാകരൻ ശ്രമിച്ചെങ്കിലും അതിന് സാധ്യമായില്ല. അതിന് വിലങ്ങുതടിയായത് VS അച്യുതാനന്ദൻ എന്ന അതികായകനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. എന്നും ആദർശങ്ങളിൽ വിശ്വസിച്ചിരുന്ന കറതീർന്ന കമ്മ്യൂണിസ്റ്റായിരുന്ന VS അച്യുതാനന്ദൻ വലതുപക്ഷത്തിൽ നിന്ന് വന്ന കെ കരുണാകരനെയും മകനെയും CPM-ൽ ചേർക്കുവാൻ റെഡിയായില്ല. DAC എന്ന പാർട്ടിയിൽ
ഇനി ഭാവി ഇല്ല എന്ന് മനസ്സിലാക്കിയ കരുണാകരനും മകനും അവരുടെ പാർട്ടി NCP എന്ന പാർട്ടിയിൽ ലയിച്ചു. NCP ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിലൊരു നാഷണൽ പാർട്ടിയാണ്. NCP കേരളത്തിൽ CPMൻ്റെ ഒരു സഖ്യകക്ഷിയായിരുന്നു. NCPയിലൂടെ LDFലേക്ക് കടന്നു വരാം എന്നായിരുന്നു കരുണാകരൻ്റെയും മകൻ്റെയും മോഹം. എന്നാൽ VS അച്യുതാനന്ദൻ്റെ എതിർപ്പ് മൂലം ആ മോഹങ്ങൾ തല്ലിക്കെടുത്തി. രാഷ്ട്രീയത്തിൽ താൻ ഒന്നും അല്ലാതായി തീരും എന്ന ചിന്താഗതി മൂലം കരുണാകരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിനോടൊപ്പം കടന്നു വരാൻ അദ്ദേഹത്തിൻ്റെ ശ്രീമന്തപുത്രനായ മുരളിയും ശ്രമിച്ചെങ്കിലും കോൺഗ്രസ് നേതാക്കളും ഹൈക്കമാൻഡും ആ തിരിച്ചുവരവിനെ അംഗീകരിച്ചില്ല. കാരണം കേരളത്തിൽ ഇതിനു മുമ്പ് നടന്ന 2000-ലെ ആരംഭത്തിൽ നടന്ന അബ്യൂസീവ് പൊളിറ്റിക്സിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു മുരളീധരൻ എന്ന് പറയുന്നത്. സ്വന്തം പാർട്ടിയിലെ സ്വന്തം നേതാക്കളെ, അത് ഉമ്മൻചാണ്ടി ആയാലും AK ആൻ്റണി ആയാലും രമേശ് ചെന്നിത്തല ആയാലും അവരുടെ ദേശീയ നേതാവായ സോണിയാഗാന്ധി ആയാലും സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അഹമ്മദ് പട്ടേലിനെ ആയാലും അബ്യൂസീവ് പൊളിറ്റിക്സ് കൊണ്ട് നേരിടുന്ന രീതിയായിരുന്നു മുരളീധരൻ അന്ന് അവലംബിച്ചത്. വിദേശ പൗരയായി ജനിച്ച് ഭാരതത്തിൽ രാജീവ് ഗാന്ധിയുടെ ഭാര്യയായി കടന്നു വന്ന് പിന്നീട് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം വിധവയാകുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവിന് കളവും ഒരുക്കിയ ദേശീയ നേതാവായ പാർട്ടി പ്രസിഡന്റ് സോണിയാഗാന്ധിയെ മാതാമ എന്നാണ് മുരളീധരൻ വിശേഷിപ്പിച്ചത്. സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. സ്വന്തം പാർട്ടിയിലെ നേതാക്കളായിരുന്ന AK ആൻ്റണിയെയും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അദ്ദേഹം വിളിച്ച വാചകങ്ങൾ പൊതുസമൂഹത്തിൽ നമുക്ക് പറയുവാൻ ആകുകയില്ല. അത്ര മോശപ്പെട്ട വാചകങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാവുപിഴകൾ പോലും, അദ്ദേഹത്തിൻ്റെ നാവുകളിൽ നിന്നുണ്ടായ അബ്യൂസീവ് പ്രവൃത്തി മൂലം കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തില്ല. പകരം അദ്ദേഹത്തിൻ്റെ പിതാവായ കരുണാകരനെ മാത്രം പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തു. എന്നാൽ കരുണാകരൻ്റെ മരണത്തിന് ശേഷം 2010 കരുണാകരൻ എന്ന രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഒറ്റപ്പെട്ടുപോയ മുരളീധരൻ പല ക്ഷമാപണങ്ങൾ നടത്തുകയും തിരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വരികയും ചെയ്തു. എന്നാൽ ഉപാധികളില്ലാതെ കടന്നു വന്ന മുരളീധരൻ പാർട്ടിയിലെ ശക്തനായ ഒരു നേതാവായി മാറുകയായിരുന്നു. അദ്ദേഹം ശക്തനാകുന്നതോടൊപ്പം കൂടുതൽ ജനകീയനാകുന്ന ഒരു കാഴ്ചയും കണ്ടു. പല ഇലക്ഷനിലും അതിനുശേഷം പരാജയപ്പെട്ടുവെങ്കിലും അദ്ദേഹം ഇന്നും BJPക്കെതിരെയും CPMനെതിരെയും നിലപാടുകൾ ഘടിപ്പിച്ചു. BJP വിജയിക്കും എന്ന പല സ്ഥലങ്ങളിലും, അത് വട്ടിയൂർക്കാവാകട്ടെ നിയമമാകട്ടെ, ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെല്ലാം അവരുടെ നേതാക്കളെ പരാജയപ്പെടുത്താൻ പാർട്ടി നിയോഗിച്ച മുരളീധരനെയായിരുന്നു. മുരളീധരൻ പരാജയപ്പെട്ടു. അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും പരാജയപ്പെട്ടു. മുരളീധരൻ്റെ വാക്കുകൾ പറഞ്ഞാൽ വർഗീയതയ്ക്കെതിരെ താൻ എന്നും നിലകൊണ്ടിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താൻ താൻ എന്നും മുന്നിലുണ്ടായിരിക്കും. എന്നാൽ 2024-ലെ അബ്യൂസീവ് പൊളിറ്റിക്സിൻ്റെ കാര്യം എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. 2024-ൽ ഇന്ത്യ മഹാരാജ്യം വീണ്ടും ഒരു ജനറൽ ഇലക്ഷനെ അഭിമുഖീകരിക്കുകയാണ്. ലോകാരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഒരിക്കൽ കൂടി ഈ ഇലക്ഷനിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. നരേന്ദ്രമോദി ലക്ഷ്യം വയ്ക്കുന്നത് 400-ലധികം സീറ്റുകളാണ്. അതിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെ 370 സീറ്റും അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നു. ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കാൻ ശ്രമിക്കുന്ന സീറ്റുകളിൽ ഒന്നാണ് തൃശ്ശൂർ, ശ്രീ കരുണാകരൻ്റെ സ്വന്തം തട്ടകം. തൃശ്ശൂരിൽ ഇതിനു മുമ്പ് വിജയിച്ചിരുന്നത് കോൺഗ്രസിൻ്റെ നോമിനിയായ TN പ്രതാപനാണ്. 3 പ്രാവശ്യം അദ്ദേഹം MP ആയിരുന്നു. എന്നാൽ തൃശ്ശൂർക്കാരനായ മുരളീധരൻ ഇന്ന് വടകരയിലെ MP ആണ്. TN പ്രതാപൻ വീണ്ടും മത്സരിക്കും, വീണ്ടും ജയിക്കും എന്നുള്ളതാണ് അവിടുത്തെ കോൺഗ്രസ്സുകാരുടെ പ്രതീക്ഷ. അവിടെ കോൺഗ്രസിൽ നിന്ന് സീറ്റ് തിരിച്ചു പിടിക്കുവാൻ CPIM കൊണ്ടുവന്നിരിക്കുന്നത് CPIയുടെ നോമിനിയായ സുനിൽകുമാറിനെയാണ്. സുനിൽകുമാർ പ്രശസ്തനായ ഒരു രാഷ്ട്രീയക്കാരനും ഒരു കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനും മുൻ അഗ്രികൾച്ചർ മിനിസ്റ്ററുമാണ്, കാർഷിക വികസന മന്ത്രിയുമാണ്. സുനിൽകുമാറിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാം എന്ന് CPI കണക്ക് കൂട്ടുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് സുരേഷ് ഗോപി എന്ന കേരളത്തിലെ സൂപ്പർ സ്റ്റാറിനെയാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ വിജയിക്കുമെന്ന് തോന്നിച്ചെങ്കിലും 3-ാം സ്ഥലത്ത് പോകാനായിരുന്നു സുരേഷ് ഗോപിയുടെ വിധി. നരേന്ദ്രമോദി 3 പ്രാവശ്യം കേരളത്തിൽ 6 മാസത്തിനുള്ളിൽ വന്നു കഴിഞ്ഞു. അവർ തിരുവനന്തപുരത്തിന് ഒപ്പം അവരെ വിജയിക്കുവാൻ
ശ്രമിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ ഇന്ന് കോൺഗ്രസിൽ ഒറ്റപ്പെട്ട ലീഡറായ കെ കരുണാകരൻ്റെ സ്വന്തം മകളായ കെ മുരളീധരൻ്റെ പെങ്ങളായ പത്മജ വേണുഗോപാലിനെ ഭാരതീയ ജനതാ പാർട്ടി പാളയത്തിൽ ചേർക്കുവാൻ നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പിന് കഴിഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ അഭിപ്രായങ്ങളില്ല, അഭിപ്രായം പറയാനുള്ളൊരു വേദി ഇല്ല, കംപ്ലയിൻറ്റ് പറഞ്ഞാൽ കേൾക്കുവാൻ ആരുമില്ല, അവർക്ക് സോണിയാഗാന്ധിയെ കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ള പല പരാതികളും പറഞ്ഞുകൊണ്ട് ശ്രീമതി പത്മജ വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടുള്ള ഏതാണ്ട് 25 വർഷത്തെ ബാന്ധവം അവസാനിച്ച് ഡൽഹിയിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നു. പത്മജ വേണുഗോപാൽ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം കെ മുരളീധരൻ്റെ രാഷ്ട്രീയത്തിനെതിരാണ്. കെ മുരളീധരൻ വെക്കുന്ന രാഷ്ട്രീയം എന്നും വർഗീയതയ്ക്കെതിരെയും ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെയും എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. അതുകൊണ്ടാണ് എവിടെയെല്ലാം ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുന്നുവോ അവിടെയെല്ലാം ആ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുവാൻ കെ മുരളീധരൻ വരും. പത്മജയുടെ വരവോടെ തൃശ്ശൂരിൽ BJP വിജയിക്കും, അല്ലെങ്കിൽ പത്മജ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ക്ഷീണം ചെയ്യും എന്ന ചിന്താഗതിയിൽ കോൺഗ്രസ് പാർട്ടി അവിടുത്തെ സ്ഥാനാർത്ഥിയായ ടി എൻ പ്രതാപിനെ മാറ്റി പകരം കെ മുരളീധരനെ നിർത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു നേതാവ് വിട്ടുപോവുകയും അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയും എന്നുള്ളത് സ്വാഭാവികമാണ്. ഇവിടെയും അത് സംഭവിച്ചിരിക്കുന്നു. കെ മുരളീധരൻ തന്നെ എത്ര പ്രാവശ്യം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി മറ്റു പാർട്ടികളിൽ അഭയം തേടുവാൻ ശ്രമിച്ചു. അന്നും കോൺഗ്രസിനൊപ്പം കൂടെ നിന്നത് പത്മജയാണ്. കെ കരുണാകരൻ പോലും പാർട്ടി വിട്ടുപോയി. എന്തിന് AK ആന്റണി പോലും ഒരു കാലത്ത് കോൺഗ്രസ് എതിരെ നിന്ന് എതിർപാളയത്തിൽ പോയി മന്ത്രിയായ വ്യക്തിയാണ്. അങ്ങനെ എത്രയെത്ര നേതാക്കൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിയിൽ നിന്ന് വിട്ട് മറ്റു പാർട്ടിയിൽ ചേരുന്നു. ഇതെല്ലാം സ്വാഭാവികമാണ്. എന്നാൽ പത്മജ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ പോയപ്പോൾ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് പത്മജ ചരിത്രത്തിൽ പിതൃശൂന്യായ ഒരു വ്യക്തി എന്ന് എഴുതി ചേർക്കും എന്നാണ് പറയുന്നത്. അതായത് അവരുടെ പിതാവ് കെ കരുണാകരൻ്റെ ലെഗസിയെ അവർ വഞ്ചിച്ചു, അവർ തന്തയില്ലായ്മ ചെയ്തു, അവർ പിതൃശൂന്യരായ ഒരു വ്യക്തിയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്ന് അവരുടെ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാചകങ്ങൾ എത്ര നീചമാണ്. വിദ്യാഭ്യാസത്തിലും അറിവിലും കേരളത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന കേരള ജനതയ്ക്ക് മുന്നിൽ ഒരു സാക്ഷ്യപത്രമാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടം. രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ പോവുകയും അവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചേരുകയും ചെയ്യുന്ന സ്വാഭാവികമായ ഒരു കീഴ്വഴക്കം നിലനിൽക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൽ പോയൊരു പാർട്ടിയെ അവരുടെ പിതാവിനോട് ചേർത്ത് വെച്ച് അവരുടെ പറയുമ്പോൾ അവരുടെ മാതൃത്വത്തെയുമാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. ഇതിനെതിരെ കേസ് കൊടുക്കും എന്ന് പത്മജ പറഞ്ഞിട്ടുണ്ട്. കേസ് കൊടുക്കുകയോ കേസ് കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് അവരുടെ കാര്യം. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിൽ മലീമസമായിരിക്കുന്ന ഈ സംസ്കാരം നമ്മൾ എന്തുകൊണ്ടും എതിർത്തേ പറ്റൂ. ഇത് കേരള രാഷ്ട്രീയത്തിലെ ഇന്നലകളിൽ നിന്നേറുന്ന നന്മയുടെ വാചകമല്ല. നിങ്ങൾ പോരാടേണ്ടത് ഐഡിയോളജി കൊണ്ടാണ്, അല്ലാതെ വ്യക്തിപൂജ കൊണ്ടോ വ്യക്തികളെ അധിക്ഷേപിക്കുന്നതുകൊണ്ടോ അല്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവൃത്തി തികച്ചും അപലനീയമാണ്. ഇങ്ങനെ അപലനീയമായൊരു പ്രവൃത്തി നമ്മൾ നേരത്തെ കേട്ടത് ഇന്നത്തെ കേരള മുഖ്യമന്ത്രി മുൻപ് CPIMൻ്റെ കേരള സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായിരുന്ന പിണറായി വിജയനിൽ നിന്നാണ്. 2014 ലോക്സഭാ ഇലക്ഷനിൽ അവരുടെ സഖ്യകക്ഷിയായിരുന്ന RSPയുടെ ലീഡർ പ്രേമചന്ദ്രൻ കൊല്ലം കോൺസ്റ്റിറ്റ്യൂഷനിൽ CPIMൽ നിന്ന് വിട്ട് അവർ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDFലേക്ക് പോയപ്പോൾ അന്ന് പിണറായി വിജയൻ പ്രേമചന്ദ്രനെ വിളിച്ച വാചകങ്ങളും പൊതുസമൂഹത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കില്ല. ഇതും കേരള രാഷ്ട്രീയത്തിൽ വന്നു നിൽക്കുന്ന മലീമസത്തിൻ്റെ കാരണമാണ്. ഇങ്ങനെയുള്ള വാചകങ്ങളെ നമ്മൾ തിരസ്കരിക്കണം. എന്നും ജനങ്ങളാണ് ജനാധിപത്യത്തിലെ തമ്പുരാക്കന്മാർ അല്ലെങ്കിൽ രാജാക്കന്മാർ എന്നാണ് ഫോറം അറ്റ് നൗ എന്ന് നിങ്ങളോട് പറയാനുള്ളത്. ജനങ്ങൾ തിരിച്ചറിയുക, ജനങ്ങൾക്ക് വേണ്ടി നല്ല ചെയ്യുന്ന നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുക, നല്ലൊരു ഗവൺമെൻറ്റിനെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിക്കായി തിരഞ്ഞെടുക്കുക. ഇതുപോലെയുള്ള വാചകങ്ങളെ നമ്മൾ നമസ്കരിക്കുക, ഇതുപോലെയുള്ള നേതാക്കളെ നിരാകരിക്കുക എന്നാണ് ഫോറം അറ്റ് നൗ നിങ്ങളോട് പറയുന്നത്. വീണ്ടും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഡിസ്കഷനും ആയി പിന്നീട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ഫോറം അറ്റ് നൗ. ഇതുവരെ നിങ്ങൾ
സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്